പൊയ്യ പഞ്ചായത്തിൽ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളും ഫിഷറീസ് വകുപ്പും തമ്മിൽ തർക്കം. കൊശവൻകുന്ന് പ്രദേശത്ത് ചീനവല സ്ഥാപിക്കുന്നതിന് ഉദ്യോഗസ്ഥർ വിലക്ക് ഏർപ്പെടുത്തിയെന്ന് ആരോപിച്ച് മത്സ്യത്തൊഴിലാളികൾ രംഗത്ത്. ലോകകപ്പ് ഫൈനലിന്റെ ആവേശം കളിക്കളത്തിലേക്ക് പകർന്ന് കൊടുങ്ങല്ലൂർ BRC. പ്രത്യേക പരിഗണന ലഭിക്കേണ്ട കുട്ടികൾക്കായി ലോകകപ്പ് മാതൃകയിൽ സംഘടിപ്പിച്ച ഫുട്ബോൾ മത്സരത്തിൽ മന്ത്രിയും DYSPയും കുട്ടികൾക്കൊപ്പം ബൂട്ടണിഞ്ഞിറങ്ങി. സർക്കാർ ആശുപത്രികളിൽ നടത്തിവരുന്ന പൊതിച്ചോറ് വിതരണവുമായി ബന്ധപ്പെട്ട വിവാദം ചൂടുപിടിക്കുന്നു. പാർട്ടിയുടെ പേരും കൊടിയും വെച്ചല്ല പൊതിച്ചോറ് കൊടുക്കേണ്ടതെന്ന് ആവർത്തിച്ച് ആരോഗ്യമന്ത്രി K. മുരളീധരൻ. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകളിലേക്ക് പോകാം. പൊയ്യ പഞ്ചായത്തിൽ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളും ഫിഷറീസ് വകുപ്പും തമ്മിൽ തർക്കം. കൊശവർകുന്ന് പ്രദേശത്ത് ചീനവല സ്ഥാപിക്കുന്നതിന് ഉദ്യോഗസ്ഥർ വിലക്കേർപ്പെടുത്തിയെന്നാരോപിച്ച് മത്സ്യത്തൊഴിലാളികൾ രംഗത്ത്. പാവപ്പെട്ട പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളോട് മാത്രം വിവേചനപരമായ സമീപനമാണ് ഫിഷറീസ് വകുപ്പ് സ്വീകരിക്കുന്നതെന്നും അവർ ആരോപിച്ചു. പൊയ്യ പഞ്ചായത്തിലെ കൊശവർകുന്ന് പ്രദേശത്ത് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ സ്ഥാപിച്ച ചീനവലകൾക്ക് ഫിഷറീസ് വകുപ്പ് വിലക്കേർപ്പെടുത്തിയെന്നാരോപിച്ച് തൊഴിലാളികൾ പ്രതിഷേധവുമായി രംഗത്തെത്തി. ടൂറിസം സാധ്യതകൾ മുൻനിർത്തി പുഴയിൽ ചെറിയ ചീനവല സ്ഥാപിച്ചപ്പോൾ ഉദ്യോഗസ്ഥർ ഭീഷണിപ്പെടുത്തുകയും തടസ്സം സൃഷ്ടിക്കുകയും ചെയ്തുവെന്നാണ് തൊഴിലാളികളുടെ ആരോപണം. തിരുത്തൂർ, കൃഷ്ണൻകോട്ട, ചാപ്പാറ തുടങ്ങിയ പ്രദേശങ്ങളിൽ 50-ലധികം ചീനവലകൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും അവയ്ക്കെതിരെ നടപടി സ്വീകരിക്കാതെ പാവപ്പെട്ട പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളോട് മാത്രം വിവേചനപരമായ സമീപനമാണ് ഫിഷറീസ് വകുപ്പ് സ്വീകരിക്കുന്നതെന്നും അവർ ആരോപിച്ചു. ഇവിടെ ചീനവല മത്സ്യത്തൊഴിലാളികൾ ഇട്ട് കഴിഞ്ഞപ്പോൾ മാത്രം പരാതി, അതായത് ഫിഷറീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് ഭയങ്കര പരാതിയാണ്. അതായത് വേറെ ഒന്നുമല്ല, അവർ രേഖാമൂലം പരാതിയൊന്നും കിട്ടിയിട്ടില്ല അവർക്ക്. അവർ ഫോണിൽ ആരോ പരാതി വിളിച്ച് പറഞ്ഞെന്നും പറഞ്ഞുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം ഇത് നീക്കം ചെയ്യണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഫോൺ ചെയ്യാനുണ്ടായത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പുഴയിൽ തന്നെ ഒരു 100ഓളം ചീനവലകൾ ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നുണ്ട്. അത് ഗവൺമെൻറ് ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ ബിസിനസ്സുകാരും മറ്റ് വലിയ വലിയ ആൾക്കാരൊക്കെയാണ്. അവരെ ഒന്നും തൊടാതെ ഈ മത്സ്യത്തൊഴിലാളികൾ, ഈ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾ ഒരു ചീനവല ഇട്ടപ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. അതായത് ഈ ചീനവല ഇടുന്നതിന് ഒരു 2-3 ലക്ഷം രൂപ ചിലവാണ്. അപ്പോൾ ആരും തന്നെ അങ്ങനെ ഇടാറില്ല. ആദ്യമായിട്ടാണ് ഒരു മത്സ്യത്തൊഴിലാളികൾ ഗ്രൂപ്പായി ചേർന്നിട്ട് ഇപ്പോൾ ഈ പറഞ്ഞ ചീനവല ഇവിടെ സെറ്റ് ചെയ്തേക്കുന്നത്. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എല്ലാം മുന്നിൽ കണ്ടുകൊണ്ടാണ്. ഇപ്പോൾ ടൂറിസവുമായി ബന്ധപ്പെട്ട് വൈകുന്നേരം സമയങ്ങളിലൊക്കെ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. അതാണ് കരയോട് ചേർന്ന് തന്നെ നമ്മൾ ഈ ചീനവല സെറ്റ് ചെയ്തേക്കുന്നത്. അതിൻ്റെ പണികൾ കഴിഞ്ഞിട്ടില്ല. ചീനവല വലിക്കുന്നുള്ള പരാതിയൊക്കെ പറഞ്ഞിട്ടാണ് ഇപ്പോൾ അവിടെ നിന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. അതിൻ്റെ ഇടയിലാണ് ഇത്തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. മത്സ്യബന്ധന ലൈസൻസ് തടഞ്ഞു വെച്ചിരിക്കുകയാണെന്നും വലിയ സാമ്പത്തിക ചെലവിൽ നിർമ്മിച്ച ചീനവല ഉപയോഗിച്ച് ഉപജീവനം നടത്തുന്ന തങ്ങളെ മത്സ്യബന്ധനത്തിൽ നിന്ന് തടയരുതെന്നും തൊഴിലാളികൾ ആവശ്യപ്പെട്ടു. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ ലൈസൻസ് മേടിക്കാൻ കഴിഞ്ഞ ദിവസം തൃശ്ശൂർ പോയി ലൈസൻസ് അടക്കം പിടിച്ചു വെച്ചേക്കണം. മത്സ്യബന്ധനത്തിൻ്റെ, മത്സ്യം പിടിക്കുന്നതിനുള്ള ലൈസൻസ് വർഷം പുതുക്കണം. അതിൻ്റെ ലൈസൻസ് വരെ ഇപ്പോൾ പിടിച്ചു വെച്ചേക്കാണ്. അപ്പോൾ എന്തായാലും നമുക്കിതിലെന്തായാലും ഒരു നടപടി ഉണ്ടാവണം എത്രയും പെട്ടെന്നൊക്കെ തന്നെ. അല്ലെങ്കിൽ അതുപോലെ തന്നെ നമുക്കിതിൻ്റെ പേപ്പറുകളൊക്കെ തന്നെ ലൈസൻസ് നമ്മൾ ഉദ്ദേശിക്കുന്നില്ല. നമുക്കിവിടെ എന്തെങ്കിലും ഇപ്പോൾ ബോട്ടിങ് വല്ലതൊക്കെ വരുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ടൂറിസവുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ടെങ്കിൽ നമുക്ക് നീക്കം ചെയ്ത് കൊടുക്കാൻ നമ്മൾ തയ്യാറാണ്. പക്ഷേ ഈ പറഞ്ഞ രീതിയിൽ മറ്റുള്ള എല്ലാവർക്കും നിയമം ഒരുപോലെ ഇരിക്കണം. ഇപ്പോൾ അവിടെ 100ഓളം ചീനവലകൾ പ്രവർത്തിക്കുന്നു, ഇവിടെ ഈ ഒരെണ്ണം മാത്രം പ്രശ്നമുള്ള രീതിയിൽ നമുക്കത് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. എന്തായാലും നമുക്ക് ഇതിനൊരു കറക്റ്റായിട്ടുള്ളൊരു ഇത് ഫിഷറീസ് ഓഫീസിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടണം. മീഡിയ ടൈം, മാള. ലോകകപ്പ് ഫൈനലിന്റെ ആവേശം കളിക്കളത്തിലേക്ക് പകർന്ന് കൊടുങ്ങല്ലൂർ BRC. പ്രത്യേക പരിഗണന ലഭിക്കേണ്ട കുട്ടികൾക്കായി ലോകകപ്പ് മാതൃകയിൽ സംഘടിപ്പിച്ച ഫുട്ബോൾ മത്സരത്തിൽ മന്ത്രിയും DYSPയും കുട്ടികൾക്കൊപ്പം ബൂട്ടണിഞ്ഞിറങ്ങി. കായിക വകുപ്പ് മന്ത്രി OJ ജനീഷ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഫിഫ ലോകകപ്പ് ഫൈനലിനോടനുബന്ധിച്ച് ക്ലബ് ഇൻഡിപെൻഡൻസിന്റെ ആഭിമുഖ്യത്തിൽ കൊടുങ്ങല്ലൂർ BRCയിലെ പ്രത്യേക പരിഗണന ലഭിക്കേണ്ട കുട്ടികൾക്കായി കലാശം 2026 ഫുട്ബോൾ മത്സരം സംഘടിപ്പിച്ചു. കായിക യുവജനക്ഷേമ വകുപ്പ് മന്ത്രി OJ ജനീഷ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. കൊടുങ്ങല്ലൂർ DYSP P. പ്രമോദ് മുഖ്യാതിഥിയായി. ലോകകപ്പ് മാതൃകയിൽ ജേഴ്സി അണിഞ്ഞിറങ്ങിയ കുട്ടികൾക്കൊപ്പം മന്ത്രി OJ ജനീഷും DYSP P. പ്രമോദും ഓരോ ടീമുകൾക്ക് നേതൃത്വം നൽകി. ആവേശം നിറഞ്ഞ മത്സരം 3-3 സമനിലയിൽ അവസാനിച്ചു. മത്സരശേഷം DJ ഡാൻസ് അക്കാദമിയിലെ കുട്ടികളുടെ ഫ്ലാഷ് മോബും അരങ്ങേറി. പരിപാടിയിൽ പങ്കെടുത്ത കുട്ടികൾക്കും മുൻകൂട്ടി രജിസ്റ്റർ ചെയ്ത വിവിധ സ്കൂളുകൾക്കും ക്ലബ്ബുകൾക്കും ഫുട്ബോളുകളും വിതരണം ചെയ്തു. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ.
പഠന മികവിനൊപ്പം നല്ല മനുഷ്യരായി വളരണമെന്നും വിദ്യാർത്ഥികൾ സാമൂഹിക പ്രതിബദ്ധതയും ഉത്തരവാദിത്ത ബോധവും വളർത്തിയെടുക്കണമെന്നും അഡ്വക്കേറ്റ് മാത്യു കുഴൽനാടൻ MLA പെരിഞ്ഞനത്ത് നടന്ന കേപ്പ് വെർദെ 2026 പുരസ്കാര വിതരണ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സ്മാർട്ട് പദ്ധതി ചെയർമാൻ ശോഭ സുബീൻ അധ്യക്ഷത വഹിച്ചു. സ്മാർട്ട് പദ്ധതിയുടെ നേതൃത്വത്തിൽ പെരിഞ്ഞനം യമുന ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച കേപ്പ് വെർദെ 2026 പുരസ്കാര വിതരണ ചടങ്ങ് അഡ്വക്കേറ്റ് മാത്യു കുഴൽനാടൻ MLA ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥികൾ പഠനത്തിൽ മാത്രം ഒതുങ്ങാതെ പാഠ്യേതര പ്രവർത്തനങ്ങളിലും സജീവമായി പങ്കാളികളാകണമെന്നും സമൂഹത്തോടുള്ള ഉത്തരവാദിത്ത ബോധവും സഹജീവികളോടുള്ള കരുതലും വളർത്തിയെടുക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. പാഠ്യ വിഷയങ്ങളിൽ മാത്രമല്ല, സാമൂഹ്യ ജീവിതങ്ങളിൽ എന്ന് പറയുമ്പോൾ ഒരു വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ, ഒരു യുവാവായിരിക്കുമ്പോൾ നാട്ടിലെ ക്ലബിന്റെ പ്രവർത്തനങ്ങളിൽ സജീവമാകുന്നത് ഒരു സാമൂഹിക പ്രക്രിയയുടെ ഭാഗമായിട്ടാണ്. നിങ്ങളുടെ സ്കൂളിലെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ അതുപോലുള്ള കാര്യങ്ങളിൽ നമ്മൾ ഏർപ്പെടുന്നത് അത് സാമൂഹ്യ ജീവിതത്തിന്റെ ഭാഗമാകാനുള്ള നമ്മുടെ താല്പര്യത്തെ പ്രതിയാണ്. നിങ്ങളൊരു വിദ്യാർത്ഥി സംഘടനയിൽ അംഗത്വമെടുക്കുന്നത് നമ്മൾ സാമൂഹ്യ ജീവിതത്തിന്റെ ഭാഗമാകുമ്പോഴാണ്. കഴിഞ്ഞ കുറെ കാലമായി നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ നിർഭാഗ്യവശാൽ നമ്മുടെ മാതാപിതാക്കളുടെയും അധ്യാപകരുടെയും ഒക്കെ ചിന്ത എന്ന് പറയുന്നത് ഇതുപോലുള്ള കാര്യങ്ങളിൽ പോയി കുട്ടികൾ സമയം കളയരുത് എന്നതാണ്. പഠന മികവിനൊപ്പം നല്ല മനുഷ്യരായി വളരുക എന്നതാണ് വിദ്യാഭ്യാസത്തിന്റെ യഥാർത്ഥ ലക്ഷ്യമെന്നും MLA അഭിപ്രായപ്പെട്ടു. സ്മാർട്ട് പദ്ധതിയുടെ ഭാഗമായി മികച്ച ക്ലബ്ബുകൾക്കും പൊതുപരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾക്കും മാതൃകാപരമായ പ്രവർത്തനം കാഴ്ചവെച്ച NCC NSS അംഗങ്ങൾക്കും ചടങ്ങിൽ പുരസ്കാരങ്ങൾ സമ്മാനിച്ചു. സ്മാർട്ട് പദ്ധതി ചെയർമാൻ ശോഭ സുബീൻ അധ്യക്ഷത വഹിച്ചു. AVA ഗ്രൂപ്പ് ചെയർമാനും ചലച്ചിത്ര നിർമ്മാതാവുമായ AV അനൂപ് മുഖ്യാതിഥിയായി. വിവിധ മേഖലകളിലെ പ്രമുഖരും ജനപ്രതിനിധികളും ചടങ്ങിൽ പങ്കെടുത്തു. മീഡിയ ടൈം, കയ്പമംഗലം. സർക്കാർ ആശുപത്രികളിൽ നടത്തിവരുന്ന പൊതിച്ചോറ് വിതരണവുമായി ബന്ധപ്പെട്ട വിവാദം ചൂടുപിടിക്കുന്നു. പാർട്ടിയുടെ പേരും കൊടിയും വെച്ചല്ല പൊതിച്ചോറ് കൊടുക്കേണ്ടതെന്ന് ആവർത്തിച്ച് ആരോഗ്യമന്ത്രി K മുരളീധരൻ രംഗത്തെത്തി. ആശുപത്രിയുടെ അകത്ത് ഉത്തരവാദിത്തം മന്ത്രിക്കാണെന്നും DYFIക്ക് അല്ലെന്നും മുരളീധരൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. ഞാൻ ഹോസ്പിറ്റലിൻ്റെ അകത്തുള്ള അധികാരം അകത്ത് ഞങ്ങൾക്ക് ഉത്തരവാദിത്വം. അതുകൊണ്ട് കമ്മ്യൂണിറ്റി കിച്ചൺ ഞങ്ങൾ ആദ്യഘട്ടം ആലപ്പുഴ, മറ്റ് സ്ഥലങ്ങളിലേക്കും ഞങ്ങൾ ചില സന്നദ്ധ സംഘടനകളായിട്ട് ചർച്ച നടത്തുന്നുണ്ട്. അതനുസരിച്ച് ഒരു കാരണവശാലും ഹോസ്പിറ്റൽ വളപ്പിന് ആരും കയറാൻ ശ്രമിക്കില്ല. ഒരു പാർട്ടി അവിടെ രാഷ്ട്രീയ പ്രവർത്തനം അതിൻ്റെ അകത്ത് വേണം, പുറത്തുനിന്ന് തുടങ്ങിയ ആ തീരുമാനം UDF സർക്കാരിന്റെ തീരുമാനമാണ്. ഞങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യും. സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധിയിൽ പ്രതികരണവുമായി മന്ത്രി സണ്ണി ജോസഫ്. മഴ കുറവായതാണ് വൈദ്യുതി പ്രതിസന്ധിക്ക് കാരണമെന്ന് അദ്ദേഹം വിശദീകരിച്ചു. 4.29 പൈസയ്ക്ക് കിട്ടുമായിരുന്ന വൈദ്യുതി കരാർ റദ്ദായതും പ്രതിസന്ധിക്ക് കാരണമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇത് മറികടക്കണമെങ്കിൽ മഴ പെയ്യണം, അതിനുവേണ്ടി നമുക്കും പ്രാർത്ഥിക്കാമെന്നായിരുന്നു മന്ത്രിയുടെ പ്രതികരണം. മഴയുടെ കാര്യത്തിൽ ഗണ്യമായ കുറവുണ്ട്. നമ്മളതിന്റെ കണക്ക് തന്നെ പറഞ്ഞായിരുന്നു. മഴയ്ക്ക് വേണ്ടി നമ്മൾ നേരത്തെ ഞാൻ പഠിച്ച, നിങ്ങളൊക്കെ എന്നെക്കാൾ ജൂനിയേഴ്സ് ആയതുകൊണ്ട് പഠിച്ചിട്ടുണ്ടാവില്ല, മഴക്കാർ വാനിലേറുമ്പോൾ മയിലാടുന്നു കൗതുക. മഴക്കാർ കാണുമ്പോൾ മയിലാണ് കൗതുകത്താൽ നൃത്തം ചെയ്യുന്നത്. ഇപ്പം മഴക്കാർ വാനിലേറുമ്പോൾ മന്ത്രി ആടുന്നു കൗതുകാൻ എന്ന് വേണമെങ്കിൽ നമുക്ക് തിരുത്തി എഴുതാം. മഴയ്ക്ക് വേണ്ടി നമുക്ക് പരിശ്രമിക്കാം. ഇത് ഇന്ത്യ രാജ്യത്തും ലോകത്തു തന്നെയുള്ള ഒരു പ്രതിഭാസമാണ് ഈ മഴ കുറയുന്നത്. മഴ കുറയുമ്പോൾ വരുന്ന രണ്ട് കാര്യം: ഒന്ന്, ജലലഭ്യത കുറയുന്നു. നമ്മുടെ വൈദ്യുതി പദ്ധതി, ജലവൈദ്യുത പദ്ധതികളിലെ ജലശേഷി കുറയുന്നു. അപ്പൊ നമുക്ക് ഉത്പാദനം കുറയും. വേറൊരു കാര്യം, മഴ കുറയുമ്പോൾ ചൂട് കൂടും. എല്ലാവർക്കും അറിയാവുന്ന സിമ്പിൾ സയൻസ് ആണ്. അപ്പൊ നമുക്ക് വൈദ്യുതിയുടെ ഉപഭോഗം കൂടുന്നു. ഇത് രണ്ടുമാണ്. അതിന്റെ രണ്ട് സൈഡിലെ എഫക്റ്റ് നമ്മളെ ദോഷമായിട്ട് ബാധിക്കുന്നു. പരിഹരിക്കാനുള്ള കഠിന പരിശ്രമത്തിലാണ്. വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. സഹകരണ മേഖലയിലെ വിമാന സർവീസ് യാഥാർത്ഥ്യമാക്കുമെന്ന് CN വിജയകൃഷ്ണൻ എറിയാട് സർവീസ് സഹകരണ ബാങ്കിലെ അംഗങ്ങളുടെ മക്കൾക്ക് വേണ്ടി ഏർപ്പെടുത്തിയ മഹാത്മാഗാന്ധി എഡ്യൂക്കേഷൻ എക്സലൻസ് അവാർഡുകളുടെ വിതരണം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു. പ്രമുഖ സഹകാരിയും MVR ക്യാൻസർ സെന്റർ ചെയർമാനുമായ CN വിജയകൃഷ്ണൻ ചടങ്ങിൽ പ്രമുഖ കലാകാരൻ റിയാസ് നർമ്മകല മുഖ്യാതിഥിയായി. ബാങ്ക് പ്രസിഡന്റ് PS മുജീബ് റഹ്മാൻ അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് PH മഹേഷ്, TM കുഞ്ഞുമൊയ്തീൻ, PA മുഹമ്മദ് സഗീർ, ബഷീർ കൊണ്ടാമ്പുള്ളി തുടങ്ങിയവർ സംസാരിച്ചു.
പൂവത്തുശ്ശേരി പാലുപ്പുഴ ചേനാമ്പുരം വാമനക്ഷേത്രത്തിൽ സായി വേദ ജ്യോതിയുടെ പ്രവർത്തകർ വേദപാരായണം നടത്തി. സുമതി, അഡ്വക്കേറ്റ് സജിനി, അഡ്വക്കേറ്റ് സോമസുന്ദരൻ എന്നിവർ നേതൃത്വം നൽകി. നിരവധി ഭക്തർ പരിപാടിയിൽ പങ്കാളികളായി. CPM ചന്ദ്രാപിന്നി ഹൈസ്കൂൾ ബ്രാഞ്ച്, രാമൻകുളം ബ്രാഞ്ച് എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. CPM നാട്ടിക ഏരിയ സെക്രട്ടറി MA ഹാരിസ് ബാബു ഉദ്ഘാടനം ചെയ്തു. TV മനോഹരൻ അധ്യക്ഷനായി. ഏരിയ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് VK ജ്യോതി പ്രകാശ്, ചന്ദ്രാപിന്നി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഷീന വിശ്വൻ, എടത്തുരുത്തി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TK ചന്ദ്രബാബു, ചന്ദ്രാപിന്നി സർവീസ് സഹകരണ സംഘം പ്രസിഡന്റ് ഹരിലാൽ മാണിയത്ത് എന്നിവർ സംസാരിച്ചു. MES മുകുന്ദപുരം താലൂക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഇരിങ്ങാലക്കുട നേത്ര ഐ കെയർ ഹോസ്പിറ്റലും മെഡിഗ്രീൻ ഹോസ്പിറ്റൽ മനക്കലപ്പടിയുമായി സഹകരിച്ച് സൗജന്യ മെഡിക്കൽ ആരോഗ്യ ക്യാമ്പ് സംഘടിപ്പിച്ചു. ക്യാമ്പ് MES സംസ്ഥാന ജനറൽ സെക്രട്ടറി KK കുഞ്ഞുമൊയ്തീൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് PK മുഹമ്മദ് ഷമീർ മുഖ്യപ്രഭാഷണം നടത്തി. താലൂക്ക് പ്രസിഡന്റ് ബഷീർ തോപ്പിൽ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ വിജയലക്ഷ്മി, ഡോക്ടർ അജീറാണി എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി. സലീം അറക്കൽ, VM ഷൈൻ, അബ്ദുൾ ജമാൽ, KM അബ്ദുൾ നിസാർ, അബ്ദുൾ സലാം, CK മുഹമ്മദ് അലി മാതിരപ്പള്ളി, അയൂബ് കരൂപ്പടന്ന, ഷഹീം ഷാഹുൽ എന്നിവർ പ്രസംഗിച്ചു. വൈദ്യുതി മുടങ്ങിയ സമയത്ത് മെഴുകുതിരി കത്തിക്കുന്നതിനിടെ പൊള്ളലേറ്റ് ചികിത്സയിലായിരുന്ന വയോധിക മരിച്ചു. എളമക്കര പൊറ്റക്കുഴി മാക്കാപ്പറമ്പിൽ മറിയം പൈലിയാണ് മരിച്ചത്. സംസ്കാരം നടന്നു. തിങ്കളാഴ്ച വൈകുന്നേരമാണ് അപകടമുണ്ടായത്. വൈദ്യുതി മുടങ്ങിയതിനെ തുടർന്ന് മെഴുകുതിരി കത്തിക്കാൻ ശ്രമിക്കുന്നതിനിടെ കത്തിയ മെഴുകുതിരി ഇവരുടെ വസ്ത്രത്തിലേക്ക് വീണ് തീപിടിക്കുകയായിരുന്നു. വലതു കൈയും ഒരു കാലും തളർന്ന മറിയം തീപ്പെട്ടി ഉപയോഗിച്ച് മെഴുകുതിരി കത്തിക്കുന്നതിനിടെ മടിയിലേക്ക് മെഴുകുതിരി വീഴുകയായിരുന്നു. നൈറ്റിയിൽ തീ വീണ് നിമിഷങ്ങൾക്കകം ആളിപ്പടർന്നു. വർഷങ്ങളായി മറിയം ഒറ്റയ്ക്കായിരുന്നു വീട്ടിൽ താമസം. വിൽപ്പനയ്ക്കായി സ്കൂട്ടറിൽ കടത്തുകയായിരുന്ന 15 ലിറ്റർ അനധികൃത വിദേശ മദ്യവുമായി ഒരാളെ കൊടകര പോലീസ് അറസ്റ്റ് ചെയ്തു. കൊടകര കിണർദേശം കൊപ്രാക്കളം ഞാറേക്കടൻ വീട്ടിൽ പ്രകാശനാണ് അറസ്റ്റിലായത്. നടപടിക്രമങ്ങൾക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. സ്കൂട്ടറിൽ സൂക്ഷിച്ചിരുന്ന പ്ലാസ്റ്റിക് സഞ്ചികളിൽ നിന്ന് 500 മില്ലിലിറ്ററിന്റെ 30 കുപ്പികളിലായി ആകെ 15 ലിറ്റർ വിദേശ മദ്യം പിടികൂടി. പാലിയേക്കര ബിവറേജസ് ഔട്ട്ലെറ്റിൽ നിന്ന് കൂടുതൽ വിലയ്ക്ക് വിൽപ്പന നടത്തുന്നതിനായി കൊണ്ടുപോകുന്നതിനിടെയാണ് ഇയാൾ പിടിയിലായത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പൊയ്യ പഞ്ചായത്തിൽ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളും ഫിഷറീസ് വകുപ്പും തമ്മിൽ തർക്കം. കൊശവൻകുന്ന് പ്രദേശത്ത് ചീനവല സ്ഥാപിക്കുന്നതിന് ഉദ്യോഗസ്ഥർ വിലക്ക് ഏർപ്പെടുത്തിയെന്ന് ആരോപിച്ച് മത്സ്യത്തൊഴിലാളികൾ രംഗത്ത്. ലോകകപ്പ് ഫൈനലിന്റെ ആവേശം കളിക്കളത്തിലേക്ക് പകർന്ന് കൊടുങ്ങല്ലൂർ BRC. പ്രത്യേക പരിഗണന ലഭിക്കേണ്ട കുട്ടികൾക്കായി ലോകകപ്പ് മാതൃകയിൽ സംഘടിപ്പിച്ച ഫുട്ബോൾ മത്സരത്തിൽ മന്ത്രിയും DYSPയും കുട്ടികൾക്കൊപ്പം ബൂട്ടണിഞ്ഞിറങ്ങി. സർക്കാർ ആശുപത്രികളിൽ നടത്തിവരുന്ന പൊതിച്ചോറ് വിതരണവുമായി ബന്ധപ്പെട്ട വിവാദം ചൂടുപിടിക്കുന്നു. പാർട്ടിയുടെ പേരും കൊടിയും വെച്ചല്ല പൊതിച്ചോറ് കൊടുക്കേണ്ടതെന്ന് ആവർത്തിച്ച് ആരോഗ്യമന്ത്രി K മുരളീധരൻ. ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.